മാസം മുൻപ് ജയിലിൽ ടി.പി. കേസ് കുറ്റവാളി കൊടിസുനിയും സംഘവുമുണ്ടാക്കിയ കലാപം നിയന്ത്രിക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. സംഭവമുണ്ടായപ്പോൾ കൊടിസുനിയുടെ അഭിഭാഷകനും സുഹൃത്തുക്കളും ഈ ഉദ്യോഗസ്ഥന്റെ പേര് പരാമർശിച്ച് വിമർശിച്ചിരുന്നു. സ്വന്തം ജില്ലയായ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കാണ് മാനദണ്ഡം ലംഘിച്ചുള്ള സ്ഥലം മാറ്റം. കൊടിസുനിയെ ആരെങ്കിലും നിലയ്ക്ക് നിർത്താൻ ശ്രമിച്ചാൽ ഉടനടി സ്ഥലം മാറ്റം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കലാപം നിയന്ത്രിക്കാൻ മുന്നിൽ നിന്ന ഉദ്യോഗസ്ഥനെ നേരത്തെ തന്നെ മലപ്പുറത്തേക്ക് മാറ്റിയിരുന്നു. സെൻട്രൽ ജയിലിൽ തടവുകാരുടെ വിളയാട്ടം തന്നെയാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ദേഹപരിശോധനയ്ക്കായി ഡോഗ് സ്ക്വാഡിനെ പുതിയ ജയിൽ സൂപ്രണ്ട് രംഗത്തിറക്കിയതിനു പിന്നാലെയാണ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ തടവുകാരെ വഴിവിട്ട് സഹായിച്ചുവെന്ന ആക്ഷേപം നേരിടുന്ന ഉദ്യോഗസ്ഥന് വിയൂരിൽ 1 വർഷം പോലും നിൽക്കാനായില്ല എന്നതും ഒരു പ്രത്യേകതയായി മാറി. ജയിൽ മാറ്റത്തിനു വേണ്ടി തുടർച്ചയായി ജയിലിൽ പ്രശ്നമുണ്ടാക്കിയിരുന്ന കൊടിസുനി ഇതേ ഉദ്ദേശത്തോടെ തന്നെയാണ് പിന്നീട് ഇവിടെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചത്. ജയിലിന്റെ നിയന്ത്രണം തടവുകാർ ഏറ്റെടുത്ത ഒരു സ്ഥിതി വരെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തിയായിരുന്നു ആ ഒരു കലാപം നിയന്ത്രിച്ചത്. ഇക്കൂട്ടത്തിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറെ ഒരാഴ്ചയ്ക്കകം സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. പരാതി നൽകി 1 മാസത്തിനു ശേഷം വിയൂരിലേക്ക് തിരികെ വരാനായെങ്കിലും മറ്റൊരു ജയിലിൽ നിയമിച്ചു. പ്രിസൺ ഓഫീസർമാരെ സ്ഥലം മാറ്റിയപ്പോഴാണ് ഇക്കൂട്ടത്തിലെ 2ാമത്തെ ഉദ്യോഗസ്ഥനെ എറണാകുളത്തേക്ക് മാറ്റിയത്. ഒരേ സ്ഥലത്ത് 3 വർഷം കഴിഞ്ഞവരെയാണ് പൊതുസ്ഥലം മാറ്റത്തിന് പരിഗണിക്കുന്നതെന്നിരിക്കെയാണ് അതിനു മുൻപുള്ള മാറ്റം. കഴിഞ്ഞ ആഴ്ച മുതൽ വിയൂർ സെൻട്രൽ ജയിലിൽ പുറത്തുപോയി എത്തുന്ന തടവുകാരെ പരിശോധിക്കാൻ ഡോഗ് സ്ക്വാഡിനെ നിയോഗിച്ചു. ഇതൊന്നും തടവ് പുള്ളികൾക്ക് അത്ര കാര്യമായി പിടിച്ചില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പെട്ടെന്നുള്ള ഒരു സ്ഥലമാറ്റവും.